യെസ്, ഞാനാ കായൽ. മിഥുൻ മോഹനോ? വാ വാ. 112 മുന്നോട്ട് കയറി വാടാ. What is your name? മുരളീകൃഷ്ണൻ PK. കൊള്ളാം, നല്ല പേര്. മുറുകൊണ്ട് ഓടക്കൊണ്ട് വായിക്കാൻ അറിയാമോ? അത് കുറച്ചറിയാം. വീടോ? മലബാറില. മലബാർ എന്നങ്ങോട്ട് അടക്കി പറയാം. നീ ആരടാ? സാമൂതിരിയോ? കൃത്യസ്ഥലം പറ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര്. നിന്റെയോടാ? അനിൽകുമാർ. കുമാരൻ എന്താ പണി? അച്ഛൻ്റെ പേര് രാമകൃഷ്ണനാ. തിരുവനന്തപുരത്ത് LD ക്ലാസ്. മോനെ മുരളിക്കുട്ട, മോൻ ആത്മാർത്ഥമായിട്ട് ആ ഷർട്ടൊന്ന് ഊരിയിട്ടിട്ട് ഹരിമുരളീരം സങ്കല്പത്തിലെ ഓടക്കൊള്ളൊന്ന് വായിച്ചേ. മാമ കേക്കട്ടെ. ക്ലർക്കിന്റെ മോൻ കണക്കൂട്ടാൻ എടുക്കണാണ്ട. അത്യാവശ്യം. ആഹാ, എന്നാ വേറെ കൂട്ടിക്കോ. 3,16,032 ഇൻറ്റു 2,13,012. ഒരൊറ്റ അക്കം തെറ്റിയാണ്ടല്ലോ ചാവിട്ടി കൂട്ടി ഞാൻ ക്ലർക്ക് മോനെ. എന്താ നിന്റെ പേര്? കായൽ. നീ വലിയ കളിക്കാരനാന്ന് കേട്ടല്ലോടാ. എന്നാ കളിയാടാ നീ കളിക്കുന്നത്? വോളിബോൾ. ഗോൾ അടിക്കുമോ നീ? മാറിക്കടാ, അടിച്ചിട്ട് പോയാ മതി. നമ്മുടെ ആ ബെൻസ് മലയാളി വിളിച്ചില്ല? കണ്ണൂരും കോഴിക്കോടും കോളേജിലാണ്ടാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എന്നിട്ട് വാ തുറന്ന എല്ലാവരും കണ്ണൂരും മാഹി കണ്ടുക എന്നുള്ള പാട്ടും. എൻ്റെ ഉപ്പ ഇവിടെ തന്നെ പഠിച്ചത്, അതാ ഞാനും ഇവിടെ തന്നെ ചേർന്നു. പക്ഷെ ഒടുക്കത്തെ ഗ്ലാമർ ഈ തലശ്ശേരിക്കാർ. ലൂയിസ് വയലിനും കൊണ്ട് പോയിട്ടുണ്ടല്ലോ അല്ലേ? അവനെ അച്ഛന്റെ വാതിക്കൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇതാര്? കാഞ്ഞിരപ്പള്ളി തറവാടി എത്തിയോ? വല്ലാട്ടെ വല്ലാട്ടെ, വെൽക്കം വെൽക്കം. അയ്യോ, ഞാൻ അല്പം ഉറങ്ങിപ്പോയി. പിന്നെ എന്തൊക്കെയുണ്ട്? ഇനി അച്ചായലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബാക്കിയെല്ലാം വന്നേക്കുന്ന ഓട്ടോയിലും ഓട്ടോറിക്ഷയിലൊക്കെയാണ്. വേറൊരു ഏരപ്പകൽ ബെൻസിൽ വന്നത് അതൊക്കെ പോട്ടെ, നമുക്ക് സമയം കളയ കാര്യത്തിലേക്ക്. ബെൻസ് അച്ചായ ഹോട്ടൽ വാണി വെച്ച് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ചെറിയൊരു ചെലവ് ചെയ്യുന്നത് കൂടി വന്ന 8-10 രൂപയാവും. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് ഇപ്പഴേ പിടിച്ചില്ല. 100 രൂപ ഉണ്ട്, മുഴുവനും വെച്ചോ, ബാക്കി തരണ്ട. ഹാപ്പി ആയല്ലോ. 10,000 ചോദിച്ചപ്പോ നീ ആളെ കളിയാക്കോ? 10,000? നിങ്ങൾ ആ ബെൻസ് കണ്ടിട്ടാണെങ്കിൽ അത് വെറുതെ. അതിന്റെ ശരിക്കും മുതലാളി ലാസറാ. കാഞ്ഞിരപ്പള്ളി ബെൻസ് ബുക്ക് മേടിക്കാൻ കൊണ്ടുവന്ന് 600 വേണമെങ്കിൽ 100 രൂപ കൂടെ ഞാൻ തരാം. വേണ്ട വേണ്ടെന്ന് വെച്ചപ്പോ ആളെ നീ ലൈറ്റ് ഓഫ് എല്ലാം താഴെ ഇറങ്ങിക്കേ. അച്ചോ, ആരാണത്? ഞാനാണച്ചോ, ലൂയിസ്. ഈ നട്ടാപ്പാതിരാക്കി നീ എന്നാടുക്കും ഇതുമായിട്ട്? സ്വന്തം പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല അച്ചോ. അച്ഛനോട് ചോദിച്ച് കറക്റ്റ് ആക്കാമെന്ന് കരുതി. എത്രയോ കലാകാരന്മാരെ വാർത്തെടുത്ത കൈകളാണ് അച്ഛൻ്റെത്. അതൊക്കെ ശരിയാ, പക്ഷേ ഈ നേരത്ത് പുതിയ പിള്ളേരൊക്കെ വന്ന ദിവസമല്ലേ? ഞാനൊന്ന് കറങ്ങി നോക്കിയിട്ട് വരട്ടെ. അല്ലെങ്കിൽ തന്നെ നിനക്ക് നാളെ മത്സരമൊന്നുമില്ലല്ലോ. ഒരു ഒറ്റ നെറ്റിരിപ്പില്ലച്ചോ. ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരൂ. എന്നാ കേറി വാ, ചുമ്മാ എന്റെ സമയം മെനക്കെടുത്തില്ല. എന്തോ നീ പൈസയൊക്കെ എവിടെ കൊണ്ട് പൂത്തിയാലും ഞാൻ പോക്കും കേട്ടാ. എടാ പൊണ്ണ, പിന്നെ നീ ചെലവ് ചെയ്യുന്നിടം വരെ ഞങ്ങളെ കാണുമ്പോ ഇനി മുണ്ട് കൊടുക്കണ്ട. ഇല്ല, കൊടുക്കില്ല. ഇങ്ങനത്തെ കൊണ്ടുപോടാ. പിന്നെ ഒട്ടിച്ച് എടാ, ഇത് വന്നു തന്നെ എല്ലാം കൂടി ഒട്ടിക്കണോ? ആ സീനിയേഴ്സ് അങ്ങനെ കണ്ടാലുണ്ടല്ലോ, വല്ല ദൈവത്തിന്റെ പടമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എൻ്റെ ഈ ദൈവത്തിന്റെ പേരിൽ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ സഹിച്ചു. വേറെ ഒരു ഭിത്തിയിലൊന്നും ഇല്ലാത്ത പോലെ. നിനക്കിതിൽ അത്രയ്ക്ക് ഭ്രാന്താണോ? ആണോന്നോ? എന്തെങ്കിലും ഞാൻ ചെന്നൈ പോയി ഇദ്ദേഹത്തെ കാണും. ഒന്നും നടന്നില്ലെങ്കിൽ പുറത്തുനിന്ന സ്റ്റുഡിയോ എങ്കിലും. നടന്നത് തന്നെ. ഈ കഥകിന്റെ കുറ്റി ശബ്ദം ഉണ്ടാക്കാതിടാൻ പറഞ്ഞ് കുഞ്ചാക്കോടെ ചെവിക്കുറ്റിക്കിട്ട് അവന്മാരിട്ടപ്പോ നല്ല ശബ്ദം ഉണ്ടായി. അതെ, നല്ല സൗണ്ട്. എന്ത് പറ്റി കുഞ്ചാക്കോ? അവശതയാണല്ലോ. അയ്യോ, ഇരിക്കാനോ കിടക്കാനോ പറ്റുന്നില്ല. അവന്മാരെ ഇടികൊണ്ട് വായു വിലങ്ങിയെന്ന് തോന്നുന്നു. സീനിയേഴ്സ് ആയിരിക്കും. ഞാൻ നോക്കാം. സംശയിച്ചു അവര് പറഞ്ഞല്ലേ. മുണ്ടൂര് തുറന്നോട്ടെ. ഇതൊരു പുതിയ അവതാരമാണ്. ഹലോ, ഞാൻ സഞ്ജു.
ആരും കിടന്നില്ലേ? ഞങ്ങൾ ഉറങ്ങാനുള്ള ശ്രമത്തിലാണ് ചേട്ടാ. ചേട്ടനോ? ഞാൻ സീനിയറൊന്നുമല്ല, ഈ റൂമിൽ തന്നെ. ഫാസ്റ്റ്. രാവിലെ ആദ്യം വന്ന ഞാൻ അപ്പോഴെന്നെ പൊക്കിക്കൊണ്ട് അമ്മാരെ ഡ്രസ്സ് മൊത്തം വാഷ് ചെയ്തിട്ട് 8ന്റെ പണി കിട്ടിയ സുഹൃത്ത്. എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. അല്ല, എന്നെക്കാളും പണി കിട്ടിയമാരും ഈ റൂമിനകത്തുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കഴിഞ്ഞില്ലേ? ഹലോ. ഹായ്, അനിൽകുമാർ. ഹായ്, ഹാരിസ്. അച്ചു. മുരളീകൃഷ്ണൻ. സഞ്ജു. ഹലോ. ഹായ്. കുഞ്ചാക്കോ. നട്ടപ്പാതിരക്ക് ഹായ് പറഞ്ഞിട്ട് ഇടിക്കാനാണോ എന്തോ? ഫസ്റ്റ് ഇയർ ആണല്ലോ അല്ലേ? അതെ. വെറുതെ അതെ. അതെ സുഹൃത്തെ, ആ കഥവിന്റെ കുറ്റിയിട്ടിട്ട് വരണം കേട്ടോ. മുണ്ട് ഊരിയും കുത്തി മനുഷ്യന്റെ കൈയുടെ കുഴ തെറ്റി മര്യാദക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. രാവിലെ എണീറ്റ് പഠിത്തം തുടങ്ങാനുള്ളതല്ലേ. കുഞ്ചാക്കോ എണീക്ക്. നേരം വെളുത്തു. നല്ല മണമുള്ളതാണോ? ഉള്ളതാണെങ്കിൽ കുറച്ച് പൗഡർ ഇടാൻ തരുമോ? ഇറങ്ങിറങ്ങാം, വാ വാ, ടൈമായി. കാണിക്കുന്നു മൊത്തം തീർത്തു. ജന്തു പോകുന്നുണ്ടോ? വേഗം പോടാ. മനസ്സിലായി. ഇവിടെ ഓടിയാലോ? നേരെ വീട്ടിലേക്ക് ഓടേണ്ടി വരും, അല്ലെങ്കിൽ അവർ ഓടിച്ചിട്ട് പിടിക്കാം. ചെന്ന് കണ്ടിട്ട് വന്നു. വെറുതെ കിട്ടിയ പൗഡർ മുഖത്ത് കുറച്ച് കൂടുതലുണ്ട്, അതായിരിക്കും. ഇങ്ങനെ രപടം നിങ്ങളുടെ കോപ്പല് വർത്താനം പറഞ്ഞു എന്താടാ തിരിയാൻ പറ്റുന്നില്ലേ? എന്നെയാണോ ചേട്ടന്മാരെ? അല്ല, നിന്റെ അപ്പൂപ്പനാടാ. പോണ ഇവനാരാ? കാതികനോ? എങ്ങോട്ടാടാ ഈ ബുക്കും കൊണ്ട്? ആദ്യ ദിവസമല്ലേ ക്ലാസ്സിലേക്ക്. ചുമ്പയുടെ കളർ കണ്ടപ്പോ പാപ വിചാരിച്ചു നീ വല്ല ബാറ്റ് വേളത്തിന് പോകണമെന്നല്ല. പോയി പറയച്ചേ വേറെ ഇട്ടോട്ട് പോ. ഞാൻ സെലക്ട് ചെയ്തത്. എനിക്കറിയാം. ഹലോ. ഇത്രയും ദൂരം നടക്കാനുണ്ടോ? അവന്റെ കോലം കണ്ടോ? പെങ്ങളെ എന്തെങ്കിലും ഒന്ന് തന്നിട്ട് പോ. ചോദിച്ചു കേട്ടില്ലേ? പൈസ നോക്കട്ടെ മോനെ, പകലെന്തിനുണ്ടായല്ലോ. പോലെ കടും കളർ അവർ മാറ്റിച്ചില്ലേ? ഉള്ളതിൽ ഭേദപ്പെട്ട കളർ ഇതാന്ന് പറഞ്ഞ് വിദ്യ ഞാൻ എന്ത് ചെയ്യാനോ? അതാണ്. ശ്യാം ശ്രീധരൻ. അനിൽകുമാർ. ഹാരിസ്. ജാക്ക് ഡക്ലസ് കോൺസ്റ്റന്റൈൻ മെറാൻഡ. ആദ്യത്തെ ദിവസം പരിചയം വെച്ച് ഞങ്ങളെല്ലാവരും ടൗണിൽ ഷോപ്പിങ്ങിന് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഞങ്ങളെല്ലാവരും അടുത്ത് പരിചയക്കാരായത്. അന്ന് തന്നെ വളരെ യാദൃശികമായി അന്യമായി നേഹയ്ക്ക് ഒരു കോഫി ഷോപ്പിൽ വെച്ച് ഞങ്ങളോടൊപ്പം ചേർന്നു. ശ്യാമിൻ്റെ 2 വീലർ കമ്പം, എൻ്റെ കൂളിംഗ് ഗ്ലാസ് വീക്ക്നെസ്, കാഞ്ഞിരപ്പള്ളി അച്ഛനായി അവതരിച്ച കുഞ്ചാക്കോ ശരിക്കും ആരാണെന്നുള്ളത്, അങ്ങനെ പലതും അന്ന് തന്നെ പുറത്തു വന്നു. സീനിയേഴ്സ് അവരുടെ പരിക്കം പ്രകടനം ഞങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പരമാവധി ശ്രമിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഇതുണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് സഹിച്ചു മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഇടയ്ക്കിടയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലും ഗ്രൗണ്ടിലും കണ്ടിരുന്ന മസ്താനെ പറ്റി പല കഥകളും പലരും പറഞ്ഞ് കേട്ടു തുടങ്ങി. ഇവരുടെ ഗേൾസ് ഹോസ്റ്റലിലെ പോലെ അത്ര ശാന്തമായിരുന്നില്ല ഞങ്ങളുടെ മെസ്സിലെ കാര്യങ്ങൾ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് വരാന്തയിലെ സ്പീക്കറിൽ അടിച്ചുപൊളി പാട്ടുകൾ എന്നും പതിവായിരുന്നു. കോളേജ് വിട്ടു വന്നു കഴിഞ്ഞാൽ കായൽ ഉൾപ്പെടെയുള്ള കോളേജ് ടീമിൻ്റെ പരിശീലനം കണ്ടിരിക്കൽ ഞങ്ങൾക്കൊരു ശീലമായി. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ക്യാമ്പസും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് ഇണങ്ങിച്ചേർന്നു. വാടനച്ചന്മാരിൽ കോട്ടയിലച്ഛനെ വല്ലപ്പോഴുമേ കാണാറുണ്ടായിരുന്നുള്ളൂ. പകലെ പിള്ളേർക്കൊപ്പം വയലിനുമായി ക്യാമ്പസിൽ ചിരിച്ചു നടന്ന പ്ലാവനാക്കുഴി അച്ഛനെ ആയിരുന്നില്ല രാത്രി ഹോസ്റ്റലിൽ വന്ന്. പിള്ളേരുടെ കുരുത്തക്കേടുകൾ കണ്ടുപിടിക്കാൻ ടോർച്ചുമായി നടക്കുന്ന കർക്കശക്കാരനായി മാറുമായിരുന്നു അച്ഛൻ. പക്ഷെ തക്കം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ്റെ കണ്ണുവെട്ടിച്ച് സീനിയേഴ്സ് ഞങ്ങൾക്ക് ഓരോ പണി തന്നുകൊണ്ടേയിരുന്നു. മിക്കവാറും വരാന്തകളിൽ വെച്ചായിരുന്നു അവരെ ചോദ്യം ചെയ്യൽ. നിന്നെ കണ്ടിട്ട് ഞങ്ങളെക്കാൾ സീനിയറാണ് തോന്നുന്നുണ്ടല്ലോടാ. ഇടയ്ക്ക് വേറെ ഒരു കോഴ്സിന് 2-3 വർഷം പോയിരുന്നു. നിന്നെ ഒന്നും ഉണ്ടാക്കിയ കമാൻഡേഴ്സ് ആരൊക്കെയാടാ? അതെൻ്റെ കസിൻ്റെ സ്റ്റാഫുകളാണ്. കസിനെന്താടാ പണി? അവർക്ക് ബാർ ഹോട്ടൽ ബിസിനസ്സാണ്. ഏത് ബാറാടാ? പലയിടത്തും ഉണ്ട്. ക്രൗൺ, അഞ്ജലി, സംഗീത. നീ അപ്പൊ ഈ തോട്ടാശ്ശേരി മാട്ടിന്റെ ഫസ്റ്റ് കസിനാണ്. ഒരു മിനിറ്റ്. അജു ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ദുബായിലായിരുന്നു. പിന്നെ
ഒരു കാര്യം, നിങ്ങൾക്ക് ഇനി എന്നെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ വരാം. പക്ഷേ അത് കഴിഞ്ഞ് നാളെ മുതൽ എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഓക്കെ? വേണ്ട, അജു ആരാണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനിയിപ്പോ അജു നമ്മുടെ ആളല്ലേ? ഏത് അജു ആയി, അജുവിന്റെ പാടായി. ഏത് ഓക്കെ വാന്ന്. ഇവര് 6 പേരും ഒരു റൂമിലാണ്. ഇതിൽ ഞാൻ ശ്യാമ ഒരു റൂമിലാണ്. ഹോസ്റ്റലിൽ സീനിയേഴ്സിനൊക്കെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ചില കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്കോ? ഇവിടെ ചില പണക്കാർ സീനിയേഴ്സിന്റെ ചൂണ്ടയെ കൊളുത്തിയതുകൊണ്ട് വേറെ ആർക്കും വലിയ പരിക്കില്ലേ. ഈ ഇവര് നിങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെയാണോ? അവര് ഫസ്റ്റ് ഫ്ലോറിൽ. ഓ, എന്തോ അവർക്ക് നമ്മുടെ കമ്പനി ഒന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടല്ലാന്ന് തോന്നുന്നു. അതൊന്നും കാര്യമാക്കണ്ട. എന്തായാലും നമ്മൾ തമ്മിലൊരു ജാടിയും പാരവപ്പില്ലാതിരുന്നാ മതി. അല്ല, ശ്യാമിൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? എങ്ങനെ അറിഞ്ഞു? അതന്ന് റാഗ് ചെയ്തപ്പോൾ കേട്ടിട്ടുണ്ടാവല്ലേ? അത് അമ്മ ബസ്സിൽ നിന്ന് വീണതാ. ഡോറില്ലാത്തൊരു ബസ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ പൂർണ്ണമായും കിടപ്പില്ല. അയ്യോ. അതെ, പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഈ ശ്യാം ഒരു കിടില സംഗീത പ്രേമിയാണ്. ഇവന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ എന്നെ കാണിച്ചു തന്നു. 99% ഒരൊറ്റയാളുടെ. ആര്യ? എനിക്ക് റഹ്മാൻ സാറിനെ ഭയങ്കര കക്ഷി ഇഷ്ടമാണ്. ഫുൾ ടൈം പാട്ട് കേൾക്കലും പാട്ട് പാടലും. ഓ, ശ്യാം പാടുകയും ചെയ്യോ? ചെറുതായിട്ട്. ഫ്യൂച്ചർ മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ ശ്യാം. എൻ്റെ പൊന്നെ. ഡാഡി ഇപ്പൊ ഷിപ്പില, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ വന്നേ. തിങ്കളാഴ്ച നീ പോയിട്ട് വരുമ്പോ നിന്റെ എസ്റ്റേറ്റിൽ നല്ല മുന്തിന തേയിലപ്പൊടി അലക്കാൻ കൊണ്ടുവരാൻ മറക്കണ്ട. അപ്പൊ ഒരു 5 കിലോ കടപ്പുറത്ത് ഇവിടെ ഏലക്ക. എത്തിയിട്ട് വിളിക്കട്ടോ. ഓക്കേടാ, ബൈ ബൈ ബൈ. വീക്കെൻഡിൽ വീട്ടിലേക്ക് പോകുന്നവരുടെ കണക്കെടുപ്പ് മസ്താൻ്റെയും കൂട്ടരെയും പതിവായിരുന്നു. പാരൻസ് ഗൾഫിലായതുകൊണ്ട് മായ മിക്കവാറും ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഈ പേവെള്ളം കൂടി നിർത്തുന്നുണ്ടോ? കൊച്ചു പിള്ളേരെ മുന്നേ വെച്ചിട്ട് ഒന്ന് പോടി, നിന്റെ അപ്പന്റെ നിലവിലൊന്നും അല്ലല്ലോ. എന്റെ പൊന്നും കൂടെ ഒരാഴ്ച മാറി ഇന്നേച്ച് വന്നേക്കുവാ. അതിന്റെ സന്തോഷത്തിലല്ലയോ? ഇന്നലെ വെട്ടി പിടിഞ്ഞതോ? അതവൾ ഒരാഴ്ച ഇല്ലാത്തന്റെ നിർത്തി. എങ്ങനുണ്ട് നിന്റെ കോളേജും ഹോസ്റ്റലും ഒക്കെ? പറ. കോളേജ് സൂപ്പറാ. ഹോസ്റ്റൽ ഒന്ന് രസമായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഈ തെണ്ടി ഒറ്റൊരുത്തൻ കാരണം ഇവനാ പറഞ്ഞത് അവിടെ ചെന്ന് യഥാർത്ഥ പേരും സ്ഥലവും പറയേണ്ടത്. അതുകൊണ്ടെന്താ അവന്മാരുന്ന് ഇഷ്ടം പോലെ ഇടി എനിക്ക് മേടിച്ച് കിട്ടിയല്ലോ. പോയി അവരെ മുമ്പിൽ ഞെളിഞ്ഞിറങ്ങാൻ ഞാൻ പറഞ്ഞു നിന്നോട്. ഞാൻ ചാണാപ്പൊടി പൊതിഞ്ഞോണ്ട് നോക്കിയോ. അതൊന്നും സാരമില്ല അമ്മേ, അന്ന് അയച്ചതിന്റെ ബാലൻസ് ഉണ്ട്. പൈസ വേണ്ടപ്പോൾ ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ ഞാനും മുരളീൻ്റെ പേരുള്ളൊരു ഫ്രണ്ട്, ബാക്കി എല്ലാവരും വീട്ടിൽ പോയി. ആ കഴിച്ചു. അപ്പൊ ശരിയമ്മേ, വേറെ ഒന്നുമില്ലല്ലോ. വെള്ളിയാഴ്ച ആയിട്ട് രണ്ടുപേരും പരിപാടി എന്ന് വെച്ചാലേ ഒരു പടത്തിന് വിട്ടാലോ? മമ്മൂക്കാട് പുതിയ പടം ഇറങ്ങിയ ദിവസമല്ലേ? ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് പോവാ. നിങ്ങൾ വരുന്നോ? എന്റെ പൊന്നു ചേട്ടാ, ഇനി അത് മുകളിൽ ഇറങ്ങിട്ട് വേണം. ഞങ്ങളില്ലേ? അയ്യോ, അതിന് പ്രശ്നക്കാരൊക്കെ എപ്പോഴും സ്ഥലം വിട്ടു. ക്ലീറ്റസും ടീമും ഒക്കെ വാഗമണ്ണ് ടൂർ പോയി. പിന്നെ ഇവിടെ ഇപ്പൊ ആകെ ഉള്ളത് മസ്താനും ഗ്യാങ്ങുവാ. പിള്ളേരൊക്കെ പോയപ്പോ ഹോസ്റ്റലൊന്നും ഉറങ്ങിയല്ലേ? ഉള്ളതാച്ചു. ആരൊക്കെയാ ഇരിക്കുന്നത്? ബാക്കിയുള്ളവന്മാരൊക്കെ പോയപ്പോ രണ്ടുപേരും തനിച്ചായോ? വല്ലതും കഴിച്ചോടാ? എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവന്മാരിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ട ആ പാഷാണങ്ങളൊക്കെ മുകളിലുള്ളതാ. ഒന്നുമില്ല ചോ, അവന്മാര് വല്ല തമാശ. അതെ അതെ, ഈ ജെയിംസ് അച്ഛനെ എല്ലാത്തിനും ലാളിച്ച് വഷളാക്കുന്നത്. അതുകൊണ്ടെന്താ ഒരൊറ്റ ഒരുത്തനെ എന്നെ കണ്ടുകൂടാ. അച്ഛൻ തന്നെ അത് പറയണം. അച്ഛന്റെ ഈ സ്റ്റൈൽ കണ്ടിട്ടാ പിള്ളേർ ക്യാമ്പസിൽ കൂടെ മുടിയും വളർത്തിക്കൊണ്ട് നടക്കുന്നത്. അച്ഛോ, കർത്താവിന്റെ ഈ സ്റ്റൈൽ അനുകരിക്കുന്നത് തെറ്റാണോ? പിടിക്കുമ്പോ അവന്മാരും ഇതൊക്കെ തന്നെ പറയുന്നത്. നിങ്ങൾ എന്തായാലും മസ്താജി വിളിക്കണ്ട്, കേറുവാ. മസ്താനുള്ള ഡീസൻ്റാന്ന് പറഞ്ഞിട്ട് എന്തിനാണാവോ? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ താഴെ. നിങ്ങളെന്താ പോകാത്തെ? എന്റെ വീട് ദൂരെയാ, പിന്നെ ഇവന് പോകാൻ ഇവിടെ ആരുമില്ല. എല്ലാ ആഴ്ചയും ഇവിടെ ഉണ്ടാവോ? ഞാനിനി ഓണത്തിനേ പോകുന്നുള്ളൂ. ഞാൻ ഓണത്തിന് ഇവിടെ ഉണ്ടാവും. അതെന്താ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ കുവൈറ്റിൽ നഴ്സാ. ആകാശത്തെ നക്ഷത്രമണ്ണി താഴെ മുറ്റത്തിരുന്ന് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്തിനാണെന്നറിയാവോ? ചീട്ട് കളിക്കാനാണോ? ഹേയ് അല്ല. എല്ലാ വെള്ളിയാഴ്ചയും 4 മണിക്ക് കോളേജ് വിട്ടാലുടൻ ബാഗും എടുത്ത് വീട്ടിലേക്കോ ബന്ധു വീട്ടിലേക്കോ പോകാൻ യോഗമില്ലാത്തവരൊരു കൂട്ടായ്മയാണിത്. ഇതിൽ ചിലർക്ക് പോയി കാണാനാരുമില്ല, ചിലർക്ക് ഉണ്ടായിട്ടും പോകണമെന്നുമില്ല. അതിലേക്ക് നിങ്ങൾ ചേർക്കാനാണ്. ആരുമില്ലാത്തവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ബത്ലഹേം ഹോസ്റ്റലിലെ മസ്താൻ്റെ റൂം അവർക്കുള്ളതാവുന്നു. പക്ഷെ ചേരുന്നതിനും ഒറ്റ കണ്ടീഷൻ. നമ്മുടെ ഈ സംഘത്തിന് ചില രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തനം രാത്രിയിൽ മാത്രമായിരിക്കും. ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ് ഇന്ന് ചിട്ടിക്കാരൻ മത്തായുടെ നെഞ്ചത്തേക്കാക്കാം. ഇന്നിനി കളി മതിയാക്കാം. റെഡി ആയിക്കാം. കോംറേഡ്സ്, നമ്മുടെ പാതയിൽ ഉഗ്രസർപ്പങ്ങളുണ്ടാവാം, ചതിക്കുഴികളുണ്ടാവാം. നിങ്ങൾ പേടിച്ചോടൂ? ഒരിക്കലുമില്ല.
പക്ഷേ ഒരു സംശയം. പേടിക്കണ്ട, ചോദിച്ചോളൂ. ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ് എന്ന് പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ല. ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തെണ്ടിയുടെ വീട്ടിൽ നിന്ന് കോഴിയെ കക്കൽ. ഞാൻ വെറുതെ പേടിച്ചു. എന്നാ ഞാൻ ബാക്കിയായിട്ടല്ലോ. കോളേജില്ലായിരുന്ന ഒരു ദിവസം പെട്ടെന്ന് ചെറിയ വിളിച്ച് ഞെട്ടാൻ തയ്യാറായി ഹോസ്റ്റലിന് വെളിയിലേക്ക് വരാൻ പറഞ്ഞു. മുരളിയുടെ ചെറിയച്ഛൻ എന്ത് ചെയ്യുന്നു? ക്യാച്ച് പറീസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒ ആണ്. ക്യാച്ച് പറീസ്? യെസ്. അതെന്തൊരു പേരാ? പിടിച്ചുപറി എന്നാണ് അതിന്റെ മലയാളത്തിൽ അർത്ഥമെങ്കിലും ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഞങ്ങളുടേത്. അതിന്റെ ലോക്ക് ബ്രേക്കിംഗ് ഡിവിഷന്റെ സാങ്കേതിക ഉപദേഷ്ടാവാണ് ഇദ്ദേഹം, കണ്ണൻ മേനോൻ. ഇത് ചിപ്പ് ആൻഡ് വൈറ്റില, GIS കട്ടിംഗ് ആൻഡ് റിമൂവിംഗ് സ്പെഷ്യലിസ്റ്റ്. ഹലോ. കേട്ടോ മുരളി, ഇതുപോലുള്ള വ്യവസായ സംരംഭകരാണ് നമ്മുടെ നാടിന്റെ മുതൽക്കൂട്ട്. ശരിയാണ് ചു. പലരും കൂട്ടിവെച്ച മുതലുകളാണ് എന്നും എന്നെ മുമ്പോട്ട് നയിച്ചിട്ടുള്ളത്. മുരളിയും ഇതുപോലെ മിടുക്കനാകുമല്ലോ അല്ലേ? ഇതുപോലെ തന്നെ വേണോ? പിന്നെ ഇതുപോലൊരു വലിയ മനുഷ്യൻ വന്ന് നിനക്കൊരു കാപ്പി മേടിച്ചു തരാൻ ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ആവില്ല മൈസാൻ. പോയി വരൂ. എവിടെ പോയാലും എന്തെങ്കിലും അടിച്ചോണ്ട് വന്നോളൂ. ഈ ഗിറ്റാർ എന്ന് പറഞ്ഞവന് പ്രാന്താ. അതാണോ ഗിറ്റാർ? അത് ഗിറ്റാർ, അതാണ് ഗിറ്റാർ. നല്ല തറവാടി. ചെറിയ ഇതെവിടെ തിരിച്ചു വെച്ചില്ലെങ്കിൽ അച്ഛൻ ഇത് കയ്യിൽ നീ നിന്ന് വിഷമിക്കാതിരി. ഈ ലോക്ക് ബ്രേക്കിംഗ് സ്പെഷ്യലിസ്റ്റുകൾ എന്റെ കൂടെ ഉള്ളപ്പോ ആ സാധനം അച്ഛൻ്റെ റൂമിൽ തിരിച്ചു വെക്കില്ല അത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പെൻഷൻ കെട്ടി കാശ് മൊത്തം കെട്ടിപ്പിടിച്ചാൽ വീട്ടിലിരിക്കാതെ ജീവിതമൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ ഒരു ബാറ്ററി ചേർത്ത മൊബൈലിൽ ഇതെന്റെ ചിറ്റയുടെ മോൻ സുഗുണൻ, ഇത് ആശാന്റെ ചേട്ടന്റെ മോൻ മുത്ത്. ഇവരുടെ കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഇനിയിപ്പോ ചെറിയ നേരെ നാട്ടിലേക്കാണോ? അല്ലല്ല, ഞങ്ങൾക്ക് കൊരട്ടിപ്പള്ളി പെരുന്നാൾ കൂടണം. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന നേർച്ചയാ. ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് നേരണം. ചെറിയച്ഛന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട കുഞ്ചാക്കോ പുതിയ ബന്ധം സീനിയേഴ്സിനെതിരെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അല്ലടാ, അടുത്ത ദിവസം തന്നെ അവരെയും കൂട്ടി ആദ്യ ശ്രമം തുടങ്ങി. അമ്മാരുടെ കൂടെ നിൽക്കുന്ന നമ്മൾ അന്ന് ഉടക്കി പിരിഞ്ഞ ബ്രോക്കർ സുഗുണനല്ലടാ. ഇന്ന് വരട്ടിയാ മാത്രം മതി. സുപ്രണ്ണ, ഇന്നലെ വടിവാൾ വെച്ച് എന്തായിരുന്നു പരിപാടി? ഇന്നലെ ഞാൻ അവന്റെ കുതികാലങ്ങ് വെട്ടി. ആ വീട്ടിന് അവന്റെ കഴുത്തങ്ങ് തെറിച്ചു പോയി. ഇനി ഞാൻ നീ വിളിച്ചാൽ എങ്ങും വരത്തില്ല, പേടങ്ങി. സർവ്വ വളിപ്പന്മാരെ സമ്മേളിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് എന്തേലും തറ വർത്താൻ അവന്മാര് പറഞ്ഞ ഞാൻ അതിലും പണി കൊടുക്കാൻ ഇന്ന് നമുക്ക് ആ മൊബൈൽ വീഡിയോ കേസ് അടിച്ചാലോ? മക്കളെ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? പിന്നെ എങ്ങനെ ഞാൻ നടക്കും? നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉരുട്ടി കൂട്ടുന്നേ. നിനക്കൊക്കെ എന്ത് മസിലുണ്ടായിട്ട് എന്താടാ കാര്യം? നിന്റെ മൂട്ടിൽ മുഴുവൻ വൃത്തിയുടെ കാക്കപ്പുള്ളിയില്ല. അത് നീ എങ്ങനെയുണ്ട്? നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഏതു നേരം മഞ്ഞയിൽ തലവെട്ടിപ്പാടുള്ള നിക്കറിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കോളടാ. പാടി ഇവിടെ മാന്യന്മാരുടെ എല്ലാ വള്ളിയും പുള്ളിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. വൈകാതെ ആ 6 ക്ലിപ്പും പുറത്തു വരും, നോക്കിയിരുന്നോ. ഞങ്ങള് മാത്രമല്ലടാ, നിങ്ങളൊക്കെ പെട്ടു. ഇനി എന്നാ വിലാസിന്റെ അവിടെ എങ്ങാനും പോയത്? ആ ബ്രോക്കർ സുഗുണൻ അന്ന് ആ കുഞ്ചാക്കോയോടൊപ്പം കണ്ടപ്പോഴേ എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മിസ്റ്റർ കുഞ്ചാക്ക്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആദ്യത്തെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ആ വളിപ്പന്മാരൊക്കെ തലകറങ്ങി അവിടെ ഇരിപ്പുണ്ട്. ആണോ? എങ്കിൽ ബാക്കി കാര്യം ഞാനും ഏറ്റു. മനുഷ്യവിടെ പ്രാന്തെടുത്തിരിക്കുമ്പോഴാണ് അവരുടെ ഒരു മണകുണ പാട്ട്. പോയൊന്ന് മാറ്റാൻ പറടാ. പേടിക്കണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്? ഇനി ആ പൊണ്ണം കുഞ്ചാക്കോടെ കാല് പിടിക്കാൻ പോണല്ലോ. ദൈവം നിർത്തണ, അത് മറ്റേ ഇത്. ഓഹോ, ഇത്ര അർത്ഥവത്തായ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടു തുടങ്ങി. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. ഞങ്ങൾക്ക് ഇപ്പൊ മരിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ട് അച്ചു. ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ചാ പറ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയിട്ട് പഠിക്കാനുള്ളതാ. ഷോക്കടിയേറ്റ അമ്മായി എന്ന സിനിമ സെക്കൻഡ് ഷോ കണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ സുഹൃത്ത് ആ സുഗുണം ഞങ്ങളെ പ്രലോഭിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്. വേണ്ടെന്ന് ഞാൻ അമ്മയുടെ 100 വട്ടം പറഞ്ഞു. തോരെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇത്രയും പേരുടെ സെറ്റപ്പിന് ഈ തുക വളരെ കുറവാണ്. ഒരു ഗമയ്ക്ക് വേണ്ടി എല്ലാവരും ചെയ്ത പോലെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ടാണ് ഞാനും അന്ന് ഇറങ്ങി വന്നത്. ചമ്മലോർത്ത് അതിനെപ്പറ്റി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല.
യുവമാരാരും ഷർട്ടിന്റെ ഒറ്റ ബട്ടൺ പോലും അവളുടെ റൂമിൽ നിന്ന് അഴിച്ചിട്ടും ഇല്ല. പക്ഷെ പെണ്ണുങ്ങൾ തത്ത പറയും പോലെ വേണ്ടാത്രത്തെ വള്ളിയും പുള്ളിയും വിളിച്ച് പറയുകയും ചെയ്യുന്നു. ഇനി വേറെ വല്ല പെണ്ണ് കേസ് ആണോടെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവളുമാര് പറഞ്ഞ അടയാളങ്ങളൊക്കെ സ്കാനിങ് റിപ്പോർട്ട് നോക്കി പറയുന്ന പോലെ വളരെ കീർത്തിവാ. പക്ഷെ വേറെ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടുമില്ല. ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. മാപ്പാക്കണം. നിങ്ങളുടെ ആ സുഹൃത്ത് സുഗണ്ണോട് പറഞ്ഞ് അവൾ പിടിച്ച ഒളി ക്യാമറ CD എങ്ങനെയെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്ക് മേടിച്ച് തരണം. എത്ര പൈസ വേണേലും ചിലവാക്കാം, പ്ലീസ്. ശരി ശരി പൊയ്ക്കോ. മോനെ മുരളി, സമയം തെളിയുന്നത് കണ്ടോടാ നീ. ഒന്നാം സമ്മാനം അടിച്ച കാരുണ്യ ലോട്ടറി ആരോതെ ഇവിടെ ഇങ്ങനെ തിരികെ വെച്ച് പോയ പോലുണ്ട്. ഏതായാലും നാളെ ഉമ്മാരെ കാണുമ്പോൾ പറയാനുള്ള ഡയലോഗ് നേഹയെ മായം വിളിച്ചൊന്ന് പറയാം. പറഞ്ഞോ. ആരായിരുന്നു വിലാസിന്റെ മുറിയിൽ ആദ്യം കയറിയത്? ആ പറട്ടെ ക്ലീറ്റസ്. ഈ ആഴ്ച വീട്ടിൽ പോയി വരുമ്പോൾ എല്ലാവരും കഴിവതും പൈസ സംഘടിപ്പിച്ചോണ്ട് വരാം. പൈസ എറിഞ്ഞാലേ CD കൈ കിട്ടുള്ളൂ, കേട്ടല്ലോ. പോയി മുടിഞ്ഞ ഏറ്റവും വന്നാൽ പിന്നെ മമ്മി പോലും 5 പൈസ ബാക്കി വെക്കണല്ലോ എന്ന് അടിച്ചു മാറ്റാൻ. അവളമാര് വരുന്നുണ്ട്. മാക്സിമം മീനെയും കാണിച്ചേക്കണേ. നമസ്കാരം സിസ്റ്റേഴ്സ്. സുപ്രഭാതം കൊച്ചിൻ ഡസ്കേഴ്സ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, രണ്ടാമൻ, മൂന്നാമൻ, ലാസ്റ്റ് മാൻ. എന്തിനാണോ എന്നെ നോക്കുന്നത്? നിങ്ങളുടെ വിലാസിനി ചേച്ചിക്ക് സുഖാണല്ലോ അല്ലേ? അതെ, ബാറ്റിംഗ് ഒക്കെ പൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെയും കണ്ടു. ശരി, പോട്ടെ, ബൈ ബൈ. കണ്ട നമ്മളാ പണ്ടാരത്തിന്റെ റൂമിൽ കയറിയ ഓർഡർ കൃത്യമായി പറയണ കണ്ട. നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടാ, ധൈര്യമായിട്ടിരി. രക്ഷിക്കാവുന്ന കുഞ്ചാക്ക എന്നോട് ഏറ്റതല്ലേ? ആ പൊട്ടൻ ചക്കന്മാരുടെ പൈസ മൊത്തം നമുക്ക് ആ അഹങ്കാരി വിലാസിനയുടെ തലയില് ഞാനൊരു ഉടങ്കൊലുമാരുതി കെട്ടിവെച്ച. അപ്പൊ അവള് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ സ്കൂട്ടർ എന്നെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കും. ഇത് വെച്ച് നമുക്കൊരു കളി അങ്ങ് കളിച്ചേ പറ്റും. അതെ, പൂത്ത പൈസയുള്ള വീട്ടിലെ മണ്ടന്മാര്. നമുക്കൊരു 25 ലക്ഷം രൂപ ചോദിച്ചാലോ? അയ്യോ, അത് തീരെ കുറഞ്ഞു പോയല്ലോ. അയ്യോ, അതിൽ കൂടുതലൊക്കെ ചോദിച്ചാൽ റെഡി കാശ് എടുക്കാൻ അവന്മാരുണ്ടാവോ? ദേ, ആദ്യം കിട്ടുന്ന 15 ലക്ഷം ഞാൻ എടുക്കും. ലാസർ മുതലാളിയുടെ ഫിഷിംഗ് ബോട്ട് പാപ്പി വിൽക്കാനിട്ടിരിക്കുവാ. അത് മേടിച്ച് ഡാഡിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാ. എന്നാ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട. ഇവന്റെ മമ്മിക്ക് വീഗാലാൻഡും പെങ്ങക്ക് ലുലുമാളും കൂടെ ആയാലും. അതാണ് തറവാടി. അയ്യടാ, ദേ ഈ മന്ദബുദ്ധിയുടെ വെള്ളത്തരവും കെട്ടോണ്ട് മുന്നോട്ട് പോയാ നിങ്ങൾക്കൊരു ചായക്കാശ് പോലും കിട്ടത്തില്ല. നമ്മള് പെടും. ഏതായാലും ഈ പരിപാടിക്ക് ഞാനില്ല. ഡാഡിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ്. നീ ഇതെവിടെ പോന്നു? ഇത് തടയും. മൂളിപ്പാട്ട് കേട്ടിട്ട് കുഞ്ചാക്കോ നല്ല മൂഡിലാന്ന് തോന്നുന്നു. നമസ്കാരം കുഞ്ചാക്കോ. ഞങ്ങൾ എല്ലായിടത്തും തിരക്കി. ഈ സമയത്ത് കുളിക്കുമെന്ന് കരുതിയില്ല. ഞാനും തീരെ പ്രതീക്ഷിക്കാത്തൊരു കുളിയായിരുന്നു. പോയി നാളത്തേക്കുള്ള പൈസ റെഡിയാക്കി. അച്ഛൻ നാളെ ഫാൻസുകൾ അച്ഛന്മാരും വരണം. നമ്മുടെ മുരളിയാ ടീമിലെ വിക്കറ്റ് കീപ്പർ. നല്ല തീർത്ത കളി കളിച്ചോണം കേട്ടല്ലോ. ഇവിടെ സ്പോർട്സ് കോട്ടയാണെന്ന് പറഞ്ഞ് കുറെ അമ്മമാര് വന്നിട്ടുണ്ട്. ഒരു ഗുണവും ഇല്ല. എടാ മുരളി, നാളെ നമുക്ക് കപ്പെടുക്കണം. ഉറപ്പായിട്ടും. എടാ, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി. മിനിസ്റ്ററേയും CTPയും കണ്ടു. നമ്മുടെ ബിൽഡിംഗ് കാര്യത്തിന് നല്ല പുരോഗതിയുണ്ട്. അതൊക്കെ ശരിയാവച്ചോ. ഭാഗ്യത്തിന് അച്ഛൻ്റെ വരവിനെ പറ്റി പിന്നീട് ആരും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മുടെ പ്ലാവനാക്കുഴി അച്ഛൻ. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെയും അജുവിനെ കാണാൻ അവൻ്റെ ഡാഡി വന്നിരുന്നു. പക്ഷെ അവൻ കാണാൻ കൂട്ടാക്കില്ല. നീ ഒന്നുകൂടെ അവനോടൊന്ന് പറഞ്ഞു നോക്കാവൂ. വലിയ താല്പര്യമില്ലാഞ്ഞിട്ടും പലരും നിർബന്ധിച്ചിട്ടാ അവനോട് പഠിക്കാൻ ചേർന്നിട്ടുള്ളത്. എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കാര്യത്തിൽ അവനെ വല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിക്കാതിരിക്കുന്ന ബുദ്ധി തോന്നിച്ചോ. ഇനി അയാൾ വരവ് തുടർന്നാൽ താമസിയാതെ ദുബായിലേക്ക് തിരിച്ചു പോയി കളയുന്ന അവൻ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ കാറ് തട്ടിച്ച് പോയതിൻ്റെ ഡീറ്റെയിൽ തുടർന്ന് കിട്ടും. നമുക്ക് പോലീസുകാരെ കൊണ്ട് പൊക്കിച്ചാലോ? എന്താ കാര്യം? ഇനി ഇടിച്ചെന്ന് തന്നെ അവനെ പൊക്കിയിരുന്നെങ്കിൽ പോലും മനഃപൂർവ്വം അല്ലാത്തൊരു നരഹത്യാ ശ്രമം വെറും 2500 രൂപ കെട്ടിവെച്ചാൽ തീരും. നമ്മുടെ നാട്ടിലൊരു നിയമങ്ങൾ. ഇന്ന് പകല് ഇവിടെ ഒരുത്തനും ഇല്ലാതിരുന്ന സമയത്ത് കടക്കാർ ഓട്ടോറിക്ഷയിൽ കൊണ്ടിറക്കിയ സമ്മാനമായത്. ആരാടാ ഈ തെങ്ങേറ്റ മെഷീൻ ഇങ്ങോട്ട് ഓർഡർ ചെയ്തത്? ആരാന്നാ ചോദിച്ചത്? അതച്ചോ, ശ്യാമിന് കരിക്ക് കൊടുക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം തെങ്ങി കയറേണ്ടി വന്നു. അപ്പോൾ പൊക്കമുള്ള തെങ്ങല്ലേ റിസ്ക് വേണ്ടാന്ന് വിചാരിച്ച് ഞാനാ ഓർഡർ ചെയ്തു. ആർക്ക് കയറാൻ? ഞാനാ അച്ചോ കയറാൻ. കാലാകാലം ഇങ്ങനെ തെങ്ങ് കയറി നടക്കാനാണോടാ അതിൻ്റെ പരിപാടി? ഇന്നാള് പട്ടാളത്തിൽ സെലക്ഷന് പോയിട്ട് എന്താടാ? അതൊന്നും ശരിയായില്ല അച്ചോ. ആര് പറഞ്ഞടാ ശരിയായില്ലെന്ന്? അതായത് കണ്ടോ, എൻ്റെ കെയർ ഓഫ് അഡ്രസ്സിൽ ഇന്ന് പട്ടാളത്തിൽ നിന്ന് വന്ന ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയത്. എടാ സെബാനെ, നിന്നെ പട്ടാളത്തിലെടുത്തു. അവനെ താഴെ നിർത്തടാ. ഇതുകൂടെ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. മറ്റന്നാൾ ഇവിടുന്ന് പുറപ്പെടണം. 8-ാം തീയതി പൂനെയിലെത്താനുള്ളതാ. ജോലി കിട്ടിയ കാര്യം കേട്ട് ആദ്യം എല്ലാവരും കൈയടിച്ചെങ്കിലും ഞങ്ങളുടെ എല്ലാമായി മാറിക്കഴിഞ്ഞിരുന്ന മസ്താൻ പിരിയുന്നത് പെട്ടെന്ന് തന്നെ ഉള്ളിലൊരു നൊമ്പരമായി മാറി. പുറമേ പരുക്കനായി കാണപ്പെട്ടിരുന്ന പ്ലാവനാക്കുഴി അച്ഛന് പോലും.
പക്ഷെ ആരുമില്ലാതെ വളർന്ന മസ്താൻ്റെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന വാസ്തവം ഉൾക്കൊള്ളാൻ താമസിയാതെ തന്നെ ഞങ്ങൾക്കായി. ഞാൻ കനവൊന്നു കണ്ടേ, കനവേ കുന്നിന്മലമേലൊരു പൊന്നും കതിരു കണ്ടേ. സെബാൻ നാളെ പോകുന്നതിൻ്റെ വിഷമം പാടി തീർക്കുന്ന അവന്മാര് ഇന്നൊരു ദിവസത്തേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അച്ഛനും അങ്ങോട്ട് പോകണ്ട. കനവിലമ്മയും വന്നു ദൈവേ, വിലകാലേ ഞാൻ കണ്ട കനവിലെൻ്റെ അച്ഛനും വന്നു ദൈവേ. കാലേ വിലകാലേ ഞാൻ കനവൊന്നു കണ്ടേ. അച്ഛനും കൂടെ അവിടെ വരെ ഒന്ന് വേണ്ട അച്ഛൻ, സെബാൻ പോകുന്നത് എനിക്ക് കാണണ്ട. അച്ഛൻ ഇത് അവന് കൊടുത്താൽ മതി. സെബാനെ, പ്ലാവനാക്കുഴി അച്ഛന് നല്ല സുഖമില്ല, നിനക്കിത് തരാൻ പറഞ്ഞു. മസ്താൻ പോയത് 2 ദിവസത്തേക്ക് ഭക്ഷണം ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശ്യാമിനെ ബാധിച്ചത്. ട്യൂബ് ഫീഡിംഗ് ആയിരുന്നു ആശ്രയം. വിവരം അറിഞ്ഞെത്തിയ അച്ഛനോട് 2 പേരും കൂടുതൽ ഡൗൺ ആവാതിരിക്കാൻ ഇടയ്ക്കുള്ള വരവ് തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ശ്യാമിനെ തട്ടിയിട്ട് നിർത്താതെ പോയ കാറുകാരൻ്റെ വിവരം കിട്ടി. അവൻ്റെ നമ്പറിൽ വിളിച്ച ക്ലീറ്റസിനെ അവനെന്തോ ചീത്ത പറഞ്ഞു. അന്നു മുതൽ അവനെ എങ്ങനെയും പോയി പൊക്കണമെന്ന് മാത്രമായിരുന്നു കുറേ പേരുടെ ചിന്ത. എടാ അന്നെ പറഞ്ഞു ഇവനെ എങ്ങനെ ആക്കിയ കോപ്പൻ അവക്കൊന്ന് നേരിട്ട് കാണണമെന്ന്. ഒരു കോപ്പിലെ റാലിക്കാരൻ വന്നേക്കണ്. ഇവൻ അവന്റെ അടുത്തേക്ക് കൊണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. ഫോണിൽ കൂടെ ഷ്യാമിനോടൊന്ന് ക്ഷമ പറയാനല്ല തെണ്ടിയോട് പറഞ്ഞോളൂ. അതിനവന്റെ വായിന്ന് തന്തക്കി വിളിയും കേട്ടു. ചെറിയച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവന്മാരെ പൊക്കാൻ ഫുൾ ടീമിനെയും കൂട്ടി നമ്മുടെ ഒപ്പം വരാന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ണാക്കന്മാരെ പോലെ കുത്തിയിരുന്നല്ല എങ്ങനെ ഇവനെ സംസാരിപ്പിക്കാൻ നിങ്ങൾ അത് ചെയ്യാം വിജയം എന്നെല്ലാം മയത്തിൽ ഇപ്പൊ പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാലോ അടിയുടെ കാര്യം ഉറപ്പല്ല. പിന്നെ അച്ഛന്മാരോടും പോലീസിനോടും ഞാൻ വേണം സമാധാനം പറയാം. എനിക്ക് പറയാനുള്ളത് ഞാൻ അവനെ പൊക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ശ്യാമിനൊരു ആവേശം ഉണ്ടാക്കാൻ പോകുമ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകാമെന്നത് ഗേൾസിന്റെ അഭിപ്രായമായിരുന്നു. പിന്നെ വൈകാതെ അടുത്ത ദിവസം തന്നെ ഒരു പടയങ്ങ് പുറപ്പെട്ടു. ഒരു പുത്തമ്മണക്കാരൻ്റെ മകനായിരുന്നു പ്രതി. വായ്നോട്ടം മദ്യപാനമായിരുന്നു അവന്റെ പ്രധാന കലാപരിപാടികൾ. തന്റെ സാർ ഇവിടെ ഇല്ലേ? വലിയ മുതലാളിയും കൊച്ചമ്പയും കൂടെ കട്ടപ്പനയിൽ ഒരു കല്യാണത്തിന് വരിക. അവര് നാളെ വരുള്ളൂ. പ്രിൻസ് സാറാകത്തൊരു മീറ്റിംഗിലാ. ചേട്ടാ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. വാ എങ്ങോട്ട് ചേട്ടൻ പകലടിക്കോ? പ്രിൻസ് സാറേ ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ആടാ നീയൊക്കെ ഈ പോളിയോ പിടിച്ചവനെ തള്ളിക്കൊണ്ട്. എടാ പ്രിൻസേ, കഴിഞ്ഞ 1-ാം തീയതി നീയേ കള്ളും കുടിച്ച് റാലിക്കാരുടെ അഭ്യാസം കാണിച്ചപ്പോ പിടിച്ചടാ ഈ പാവത്തിന് പോളിയോ. നിങ്ങളാണല്ലോ എന്റെ വണ്ടിയെ വർക്ക്ഷോപ്പുകൾ മുഴുവൻ കയറി തെണ്ടികൾ. അവസാനം എന്റെ നെഞ്ചത്തോടെ തന്നെ കയറാൻ വന്നേക്കുവാ. മക്കളെ, എന്റെ പോലീസിലെ രാഷ്ട്രീയത്തിലുള്ള പിടിപാടൊന്നും നിനക്കൊന്നും അറിയത്തില്ല കേട്ടടാ. അതുവരെ ക്ഷമിച്ചു നിന്ന് എല്ലാവരുടെയും സമനില തെറ്റിക്കുന്ന വർത്തമാനമായിരുന്നു എൻ്റെ. പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരുവിധം എല്ലാവരും തന്നെ അവനെ നന്നായി പെരുമാറി. പിടിച്ചു മാറ്റാൻ ഓടി വന്ന അവന്റെ കൂട്ടുകാർക്കും കിട്ടി അത്യാവശ്യം. ചെറിയച്ഛൻ്റെ അധോലോക ടീമുകളും അവിടെ ചെന്ന് നന്നായി മുതലാക്കിയാണ് പോകുന്നത്. നിന്റെ സൂക്കേടിന് ചെറിയൊരു തട്ട് കിട്ടിയില്ലെങ്കിൽ പാവങ്ങൾക്ക് വഴി നടക്കാൻ പറ്റണ്ടാവും. അതാടാ തന്തയും തള്ളയില്ലാത്ത സമയം നോക്കി ഞാൻ പിള്ളേരെയും കൂട്ടി ഇറങ്ങിയത്. ഇനി നീ നിന്റെ ചെത്തുമായിട്ട് ഇറങ്ങിയ മോനെ പ്രിൻസേ, നിന്നെ ഞാൻ ചെത്തും. വാടാ പിള്ളേരെ. പൊന്നു മോനെ, ഹോസ്റ്റലിൽ പിള്ളേർ വിളിച്ചാലുള്ള നിന്റെ തെറിവിളി ഉണ്ടല്ലോ, വെച്ചേക്കില്ലടാ കേട്ടടാ. മതി വാ. അജുവിൻ്റെ പപ്പയും ചില വീട്ടുകാരും പിറ്റേന്ന് കാണാൻ വരുന്ന കാര്യം അവനോട് പറയാൻ കോട്ടയിലച്ഛൻ അനിലിനെ ഏൽപ്പിച്ചു. ആരെയും കാണാൻ ഒട്ടും താല്പര്യമില്ലായിരുന്ന അജു അവരെ ഒഴിവാക്കാൻ അന്ന് രാത്രി തന്നെ തൽക്കാലത്തേക്കെന്നും പറഞ്ഞ അമ്മാമാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി. ഇനിയിപ്പോൾ അവനെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അവൻ വെളുപ്പിനെ അവൻ്റെ പാട്ടിന് പോയി. അറിഞ്ഞ ചരിത്രം വെച്ച് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞത് സ്വന്തം ഭാര്യയുടെ ജീവനാ. ഇവനൊക്കെ ഒറ്റയ്ക്കാകുമ്പോഴാണ് മനസാക്ഷി കുത്തളകുന്നത്. കാറുടമയെ വീട്ടിൽ കയറി തല്ലിയത് കേസായി. നടന്ന കാര്യങ്ങൾ അനിയുടെ അച്ഛനായ മിനിസ്റ്ററെ വിളിച്ചു പറഞ്ഞ കോട്ടയിലച്ഛൻ ഞങ്ങൾക്ക് തുണയായി. പക്ഷേ ഇതിനെപ്പറ്റി പറയാൻ അനിയെ വിളിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ മുഴുവൻ ആത്മവിശ്വാസവും കെടുത്തുന്നതായിരുന്നു. അന്ന് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ആ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈലാണ്. കണ്ടു നോക്ക്. ഈ ഫോൺ കിട്ടിയ വല്ലവന് ഇതിൻ്റെ കോപ്പി വെളി വിട്ടാൽ ലൈസൻസ് ഇല്ലാതെ പെൺകുട്ടി ബൈക്ക് ഓടിച്ചതും സെൽഫി എടുത്ത് കളിച്ചതും ആകെ പാട്ടാവും. കേസിൽ പെണ്ണ് തൂങ്ങുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഇൻഷുറൻസ് തുക പോലും ആ പാവം ചാക്കിന് കിട്ടുന്ന കാര്യം ഡൗട്ടാണ്. ഭാഗ്യക്കേട് ശ്യാമിനെ വിടാതെ പിന്തുടർന്നു. അത് അവനും കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. ഹോസ്റ്റലിൽ നിന്ന് ചിലർ പിരിഞ്ഞു പോകുന്നത് കണ്ട് തൻ്റെ ഒപ്പം ഇനി എത്ര നാൾ ബാക്കിയുള്ളവരുണ്ടാകുമെന്ന് അവൻ വിഷമിച്ചിരിക്കാം. പക്ഷെ ഞങ്ങൾ വീണ്ടും അവൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാവുകയായിരുന്നു. പറ്റാവുന്ന എല്ലാ ദൈവങ്ങളുടെയും മുമ്പിൽ ഞങ്ങൾ അവനെ കൊണ്ടുപോയി. അവനെ പഴയ ശ്യാമാക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം.
ഒരിക്കൽ കയ്യാനക്കിന് ശേഷം വേറെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ കാണാൻ ഞങ്ങൾ വീണ്ടും പോയി. ഇത്തരത്തിൽ തളർന്നുപോയ ഇഞ്ചുറിക്കാർക്ക് ആക്സിഡൻറ്റിന് ശേഷമുള്ള ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്നും അത് കഴിയുന്തോറും തിരിച്ചു വരാനുള്ള സാധ്യത കുറയുകയാണെന്നും മെഡിക്കൽ ഹിസ്റ്ററികൾ കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളോട് അദ്ദേഹം വിശദീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യത്തിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന അറിവുകളായിരുന്നു ഡോക്ടർ പങ്കുവച്ചത്. പോരുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങളോടൊരു കാര്യം സൂചിപ്പിച്ചു. ഒരു ശാസന പോലെ എന്താ പറഞ്ഞെന്നറിയോ? നിന്നെ ഒരു രോഗിയായി കാണരുത്, കട്ടിലിൽ ഇങ്ങനെ കിടത്തരുതെന്ന്. എടാ, നിന്നെ ഞങ്ങൾ എവിടെ കൊണ്ടുപോകണം? എന്ത് കാഴ്ചകൾ കാണിക്കണം? എന്തെങ്കിലും ഒരു സൂചന പറ. അതെ, അന്ന് ഇവിടെ വന്ന അഞ്ജുനെ നിനക്ക് ഓർമ്മയുണ്ടോ? ആക്സിഡന്റ് പറ്റി കിടന്ന അവളെ പറ്റി ആ ഡോക്ടർ പറഞ്ഞതുപോലെ പ്രസിഡന്റിനെ കൊണ്ടുവരണോ? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടനെയോ സിനിമാ നടിയോ കൊണ്ടുവരണോ? അതും അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നിന്റെ ഫേവറിറ്റ് എ റഹ്മാനെ കാണണോ? ഈ ജാക്ക് കൊണ്ടുപോടാ അവിടെ. അതാണ് നിന്റെ സുഹൃത്തുക്കള്. അല്ല, അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ? വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, വണ്ടി ഓടിച്ചു നോക്കാൻ പോയിരിക്കുക. ഓക്കെ ഏട്ടാ, പോയിട്ട് വരട്ടെ. ചെന്നൈ കൊണ്ടുവന്ന ഒരു ആവേശത്തിന് കുഞ്ചാക്ക വെറുതെ പറഞ്ഞാണെങ്കിലും പക്ഷേ അതിൽ ചില സാധ്യതകളുണ്ട് നിങ്ങൾ തിരിച്ചറിയും. അവൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെ നേരിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അവനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ഡോക്ടറിൻ്റെയും അഭിപ്രായം. കോളേജ് മാനേജ്മെൻറ്റും അതിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ആ വലിയ ലക്ഷ്യത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങി. പൂർണ്ണമായും അതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാം. എന്തെങ്കിലും ഉറപ്പായിട്ട് മതി ശ്യാമിനോട് കാര്യം പറയുന്നതെന്ന് കരുതി അവനെ മാത്രം ഈ ശ്രമം അറിയിച്ചില്ല. ഇതിനായി ചെന്നൈയിൽ ആരെ സമീപിക്കണം ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അവൻ്റെ മ്യൂസിക് കണക്ഷൻ വഴി ഒരു ചെറിയ പിടിവള്ളി കിട്ടി. അങ്ങനെ ഒരു വിനോദയാത്ര എന്നുള്ള പോലെ ഞങ്ങൾ ചെന്നൈക്ക് പുറപ്പെടുകയായിരുന്നു.